നീറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ധാരാളം പേര് സംശയങ്ങൾ ചോദിച്ചു തുടങ്ങി. എനിക്ക് കിട്ടുമോ, മെഡിസിൻ തന്നെ കിട്ടുമോ, MBBS തന്നെ കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ താഴെ ഹോമിയോ ആയി പോകുമോ, ഇനി ആയുർവേദമായി പോകുമോ, ഇനി മെഡിസിൻ്റെ ഒരു ശാഖയും കിട്ടാതെ വരുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങൾ കൂട്ടുകാർ ചോദിച്ചു തുടങ്ങി. എനിക്ക് പറയാനുള്ളത്, സാധാരണ മെഡിസിൻ കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് പറയാനുള്ളത്, അത് കിട്ടിയില്ലെങ്കിൽ ഉടനെ ഒരു യു-ടേൺ എടുത്ത് മാത്സിൽ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എൻജിനീയറിങ്ങിലേക്ക് പോകാതെ നിങ്ങൾ ബയോളജി ഇഷ്ടമായ കുട്ടികൾ തീർച്ചയായിട്ടും ബയോ സയൻസ് മേഖലയിൽ ഒരുപാട് മികച്ച നല്ല അംഗീകാരമുള്ള നല്ല സാലറിയുള്ള കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഡോക്ടർ എന്നുകൂടി പേരിന് മുമ്പ് വയ്ക്കാം. കാരണം ഡോക്ടറേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നതൊരു വലിയ ഒരു ജോലിയല്ല, വളരെ എളുപ്പമാണ്. മാത്രമല്ല ഒരു അപ്ലൈഡ് ബയോ സയൻറ്റിസ്റ്റ് ആകുക എന്നുള്ളത് വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബയോളജി ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപക്ഷെ മെഡിസിൻ കിട്ടിയില്ലെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട. അവർക്കുള്ള ഒരുപാട് ബയോ സയൻസ് കോഴ്സുകളുണ്ട്. ഈ ഡോക്ടർമാർ ഈ ജോലി ചെയ്യണമെങ്കിൽ ഡോക്ടർമാർ മാത്രം പോരല്ലോ. നമുക്കറിയാം ഫാർമസിസ്റ്റ് വേണം, അതുപോലെ തന്നെ നഴ്സിംഗ് ഡ്യൂട്ടിക്ക് ആൾ വേണം, അതുപോലെ തന്നെ ഒരുപാട് പാരാമെഡിക്കലുണ്ട്. ഈ പാരാമെഡിക്കലിനേക്കാളും ഉയർന്നു നിൽക്കുന്ന ചില ബയോ സയൻസ് മേഖലകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു മെഡിക്കൽ മൈക്രോബയോളജിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരു എപ്പിഡമോളജിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരു സെൽ ബയോളജിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇനി അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണോളജി എന്നുള്ളൊരു കോഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇമ്മ്യൂണോളജിസ്റ്റ് എന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് അറിയാമോ? ഒരു വൈറോളജിസ്റ്റ് എന്നുള്ളൊരു പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? നമ്മളെ ഈ കോവിഡ് കാലം മുഴുവനും നമ്മൾ ഒരുപാട് കേട്ടത് വൈറസിനെ കുറിച്ചാണ്. അപ്പോൾ വൈറസിനെ കുറിച്ചുള്ള പഠനമുണ്ട്, അതിന് മരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിരോധ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതെല്ലാം ഡോക്ടർമാർ മാത്രമല്ല, ഇങ്ങനെ വൈറോളജിസ്റ്റും ബയോകെമിസ്റ്റും മൈക്രോബയോളജിസ്റ്റും ക്ലിനിക്കൽ റിസർച്ചിൽ സ്പെഷ്യലൈസ് ചെയ്തവരെല്ലാം കൂടെ ചേർന്നൊരു വലിയ മേഖലയുണ്ട്. സെല്ലുലാർ ബയോളജിസ്റ്റ്, മോളിക്കുലർ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മോളിക്കുലർ ബയോളജിസ്റ്റ്, ഇങ്ങനെ വൈവിധ്യമാർന്ന എത്ര ബയോ ഇൻഫർമാറ്റിക്സ്, അതുപോലെ തന്നെ ബിഗ് ഡാറ്റ ബയോളജിസ്റ്റുകൾ, ഇവരെല്ലാം ചേർന്ന ഒരു വലിയ മേഖലയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് മേഖല, മെഡിസിൻ മേഖല, നമ്മുടെ ആരോഗ്യ മേഖലയെ നിലനിർത്തുന്നത്. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു ബിഹൈൻഡ് ദി സ്ക്രീൻ ടീമാണ് ഈ മൈക്രോബയോളജിസ്റ്റും ഈ വൈറോളജിസ്റ്റും ഈ ഇമ്മ്യൂണോളജിസ്റ്റും അതുപോലെ തന്നെ ഈ ക്ലിനിക്കൽ റിസർച്ച് സ്പെഷ്യലിസ്റ്റും DNA സയൻറ്റിസ്റ്റും എല്ലാം ധാരാളം ജോലികളുണ്ട്. മാത്രമല്ല ഇത്തരം ജോലികൾക്ക് നിങ്ങൾക്ക് പുറത്തുപോയി റിസർച്ച് ചെയ്യാം, PhD ചെയ്യാം, അത് ചിലപ്പോൾ സ്കോളർഷിപ്പോടുകൂടി തന്നെ ചെയ്യാം, പുറത്തു പോകാം, ഏത് രാജ്യത്തും പോകാം. കാരണം എല്ലാ രാജ്യത്തും ഇത്തരം സ്പെഷ്യലിസ്റ്റുകളുടെ ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡുണ്ട്. ഇപ്പോൾ 2035 ആകുമ്പോഴത്തേക്ക് 50,000 വൈറോളജിസ്റ്റിന് ആവശ്യമുണ്ടെന്നാണ് ഒരു ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. അത് ശരിയായിരിക്കാം. അതുപോലെ ഇമ്മ്യൂണോളജിസ്റ്റിന് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ ബയോളജിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു ആവശ്യമുണ്ട്. കാരണം ഇതിലെല്ലാം തന്നെ വൻ സാധ്യതകളുണ്ട്. പിന്നെ ഇത് പറയുമ്പോൾ ഇതിലെല്ലാം മത്സരം വളരെ കുറവാണ് എന്നുകൂടി നോക്കുക. മത്സരം വളരെ കുറഞ്ഞ മേഖലയിൽ ആത്മവിശ്വാസത്തോടെ നമ്മുടെ കുട്ടികൾ കടന്നു ചെന്നാൽ വിജയം ഉറപ്പാണ്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് വരുന്നത് എന്നറിയണ്ടേ? വളരെ എളുപ്പമാണ്. നമുക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറോളജി ഒരുപാട് പേർക്ക് അറിയാവുന്നുള്ളൊരു കോഴ്സാണ്. കാരണം വൈറസിനെ കുറിച്ച് നമ്മൾ കേട്ട്, ഇപ്പം നിപ്പ വൈറസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പുതിയ വൈറസുകൾ വരാൻ സാധ്യതയുണ്ട്. അതനുസരിച്ചുള്ള വൈറസിനെ കുറിച്ചുള്ള വിവിധ തരം വൈറസിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് വൈറോളജി. നമുക്ക് ഈ കോവിഡ് കാലത്ത് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എന്നുള്ളൊരു സ്ഥാപനം കൂടെ തുടങ്ങി. അതിന് വേൾഡ് റെക്കഗ്നിഷനൊക്കെ കിട്ടിയതും നമ്മൾ വാർത്തയിൽ അറിഞ്ഞായിരുന്നു. മാത്രമല്ല ഇവിടെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം തന്നെ അവിടെ PhD കോഴ്സ് തുടങ്ങി. അപ്പോൾ ഈ ആരാണ് അവിടെ PhD എടുക്കുന്നത്? അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില മേഖലയിലോട്ട് നമുക്ക് വരാം. ഇനി ഇമ്മ്യൂണോളജി ഉണ്ട്. നമ്മളെ ഇമ്മ്യൂൺ പവർ, നമ്മളെ ഡിഫെൻസീവ് മെക്കാനിസം, ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന കുറേ പേരുണ്ട്. നമുക്ക് പലരുടെയും ബോഡി കെമിസ്ട്രി തന്നെ നമ്മളെ ബോഡിയിലുള്ളൊരു ബയോ കെമിസ്ട്രി എന്ന് പറയാം. അത് തന്നെ വ്യത്യസ്തമാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ഗവേഷണം,
നടത്തുന്ന ആൾക്കാരുണ്ട്. ഇമ്മ്യൂണോളജി ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി ന്യൂഡൽഹി ഉണ്ട്. അവിടെ റിസർച്ച് ചെയ്യാം. ചില സ്ഥലങ്ങളിൽ MSCയും റിസർച്ചും കൂടെ ചെയ്യാവുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പം നാഷണൽ ബ്രെയിൻ റിസർച്ച് സെൻറ്റർ ഹരിയാനയിലുള്ളൊരു സെൻറ്ററാണ്. ഇവിടെ MSc ന്യൂറോ സയൻസിൽ നമുക്ക് MSCയും റിസർച്ചും കൂടി ചെയ്യാം. ന്യൂറോ സയൻസിൽ റിസർച്ച് ചെയ്യുന്ന ഒരു വലിയ മേഖല തന്നെയുണ്ട്. ഇനി നിംഹാൻസ് എന്നുള്ള ഒരു സെൻറ്ററുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിംഹാൻസ്. മെൻ്റൽ ഹെൽത്ത് സെൻറ്ററാണ്, ന്യൂറോ സയൻസ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് സെൻറ്ററാണ്. അവിടെ ന്യൂറോ ബയോളജിയിൽ റിസർച്ച് ചെയ്യാം, ന്യൂറോ കെമിസ്ട്രിയിൽ റിസർച്ച് ചെയ്യാം, ന്യൂറോ ഫിസിയോളജിയിൽ റിസർച്ച് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി CCMB എന്ന് പറയുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദിലുണ്ട്. അവിടെ എത്ര പേർക്ക് PhD കിട്ടുമെന്ന് അറിയാമോ? അവിടെ MSc ഇല്ല. പക്ഷേ MScക്ക് നമ്മൾ എവിടെ പഠിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതേപോലെ തന്നെ DNA സയൻസ്, സെൻറ്റർ ഫോർ DNA ഫിംഗർ പ്രിൻറ്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്. ഈ ഫിംഗർ പ്രിൻ്റൊക്കെ DNA-യും ഫിംഗർ പ്രിൻറ്റുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുന്ന സെൻറ്ററാണ്. പലരും ചോദിക്കാറുണ്ട് ഫോറൻസിക് സയൻസിൽ എങ്ങനെ ജോലി കിട്ടുമെന്നുള്ളത്. ഫോറൻസിക് സയൻസ് എന്നുള്ളൊരു BSc എടുപ്പല്ല അതിൻ്റെ മാർഗം. ഈ സെൻറ്റർ ഫോർ DNA ആൻഡ് ഫിംഗർ പ്രിൻറ്റ് ഡയഗ്നോസ്റ്റിക്സിൽ നിങ്ങൾ ഗവേഷകയാകുകയോ ഗവേഷകനായോ ചേർന്ന് അവിടെ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത് പുറത്തു വരുമ്പോഴാണ് നിങ്ങളൊരു DNA സ്പെഷ്യലിസ്റ്റ് ആകുന്നത്. ലോകത്തെല്ലാ സ്ഥലത്തും ഇപ്പം റോയൽ മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ, UK ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി അമേരിക്ക, ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ മുഴുവനും DNA സയൻസിനെക്കുറിച്ചും ന്യൂറോ സയൻസിനെക്കുറിച്ചും ന്യൂറോ ബയോളജിയെക്കുറിച്ചും സെൽ ബയോളജിയെക്കുറിച്ചും മോളിക്കുലർ ബയോളജിയെക്കുറിച്ചൊക്കെ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. നല്ല ഫെലോഷിപ്പോടുകൂടിയാണ് പലരും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിനും അതുപോലെ തന്നെ റിസർച്ചിനുമൊക്കെ ചേരുന്നത്. നമുക്ക് അതൊക്കെ എങ്ങനെ സ്വായത്തമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ MScക്ക് പുറമെ ധാരാളം മറ്റ് MSc കോഴ്സുകളുമുണ്ട്. MSc കഴിഞ്ഞാൽ PhD ചെയ്യാം. PhD ചെയ്യാതെ തന്നെ ജോലി വാങ്ങാവുന്ന ബയോസയൻസ് മേഖലകളും ഉണ്ട്. അതായത് ബയോ ഇൻഫർമാറ്റിക്സ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് ബയോടെക്നോളജിക്ക് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് ബയോടെക്നോളജി ബാംഗ്ലൂർ. നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാം. അവിടെ ഈ ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് ബയോടെക്നോളജിയിൽ MSc ഉണ്ട്, റിസർച്ചും ഉണ്ട്. സിന്തറ്റിക് ബയോളജിയിൽ അവിടെ റിസർച്ചുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ ബിഗ് ഡാറ്റ ബയോളജി പലരും കേട്ട് കാണത്തില്ല. അപ്പോൾ ഈ ബിഗ് ഡാറ്റ ബയോളജി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസും ഇൻഫർമാറ്റിക്സും കൂടെ ചേർന്നുള്ള ബയോ സയൻസ് കോഴ്സാണ്. ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായിട്ട്, ലോകത്ത് തന്നെ വളരെ വിരളമായിട്ടുള്ള കോഴ്സാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ എത്താമെന്നുള്ളതിനെക്കുറിച്ച് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരിക്കലും നമ്മൾ തോറ്റു പോകില്ല ഇങ്ങനെയുള്ള സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നാഷണൽ സെൻറ്റർ ഓഫ് ബയോളജിക്കൽ സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂർ തന്നെ വേറെ സെൻറ്ററുണ്ട്. അവിടെ വൈൽഡ് ലൈഫ് ബയോളജിയാണ്. അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് ബയോളജി ആൻഡ് കൺസർവേഷനാണ്. അതിൽ വൈൽഡ് ലൈഫ് ബയോളജി പഠിക്കുന്നവർക്ക് അങ്ങനെ പോകാം. നേരത്തെ പറഞ്ഞ പോലെ ചില ഹെൽത്ത് മേഖലയിലുള്ള കോഴ്സുകൾക്ക് പഠിക്കാനായിട്ട് നിങ്ങളൊരു ബയോ കെമിസ്ട്രി എടുത്താൽ മതി, ഒരു മൈക്രോബയോളജി കോഴ്സ് എടുത്താൽ മതി, ഒരു ബയോടെക്നോളജി കോഴ്സ് എടുത്താലും മതി. ഇനി നേരത്തെ നമ്മളെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ഇപ്പോഴുള്ള സുവോളജി, ബോട്ടണി തുടങ്ങിയ കോഴ്സുകൾ ചില കോളേജിലൊക്കെ കോമ്പിനേഷൻ കോഴ്സുകളാണ്. ഇനിയിപ്പോഴും 4 വർഷത്തെ ഓണേഴ്സ് കോഴ്സുകളാണ്. അതുപോലെ ഓണേഴ്സ് കോഴ്സുകൾ വിജയകരമായിട്ട് പൂർത്തിയായാൽ 3 വർഷം കഴിഞ്ഞ് എക്സിറ്റ് ഓപ്ഷൻ വേണ്ടാത്ത 4th ഇയറും കൂടെ പഠിച്ച് നിങ്ങൾ ഓണേഴ്സ് വിജയകരമാക്കി കഴിഞ്ഞാൽ റിസർച്ചിന് ഡയറക്റ്റായിട്ട് ചേരാൻ കഴിയും. ചില മേഖലകൾക്ക് MSc കോഴ്സും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ തന്നെ റിസർച്ചും ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ചിലത് നമുക്ക് MSc കിട്ടത്തില്ല. റിസർച്ചിന് അതിൻ്റെ പെരിഫറലായിട്ടുള്ള ഒരുപാട് മേഖലകൾ തിരഞ്ഞെടുക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോ കെമിസ്ട്രി എടുക്കുകയോ മൈക്രോബയോളജി എടുക്കുകയോ അല്ലെങ്കിൽ ബയോടെക്നോളജി എടുക്കുകയോ, ഇത് 3ഉം കൂടെയുള്ള കോമ്പിനേഷനോ 2ഉം കൂടിയുള്ള കോമ്പിനേഷനോ അല്ലെങ്കിൽ ബോട്ടണി, സുവോളജിയോ ഏതെങ്കിലും ബയോ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MSc വൈറോളജി, നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിൽ 20 സീറ്റുണ്ട്, അവിടെ ചേരാം. അതുപോലെ തന്നെ പൂന യൂണിവേഴ്സിറ്റിയുടെ പേര് ഇപ്പോൾ സാവിത്രിഭായ് ഫുലെ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ വൈറോളജി ഉണ്ട്, അവിടെ ബയോ ഇൻഫർമാറ്റിക്സ് ഉണ്ട്. ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ റിസർച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ വൈറോളജി റിസർച്ച് ഈ വൈറോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എയിംസ്, ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡൽഹിയിൽ ഇതിൻ്റെ റിസർച്ച് കഴിഞ്ഞ ഒരുപാട് പേര്, പലരും
ഇപ്പോഴും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇവരൊക്കെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ കൂടിയുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ മൈക്രോബയോളജി MSc ഉണ്ട്, ജനറൽ മൈക്രോബയോളജി MSc ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ജനറൽ മൈക്രോബയോളജി MSc ഒരുപാട് കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ മെഡിക്കൽ ബയോ കെമിസ്ട്രി കൂടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ ബയോ കെമിസ്റ്റാണ് പലപ്പോഴും നമ്മളെ വലിയ ഹോസ്പിറ്റലൊക്കെ ലാബ് റിപ്പോർട്ട് ഒപ്പിടുന്നത്. എന്തൊരു പൊസിഷനാണെന്ന് നോക്കിക്കൊള്ളണം. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകൾ ഒട്ടും ചെറുതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പാരാമെഡിക്കൽ എന്ന് പറയുന്ന മേഖലയെക്കാളും കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന മേഖലകളിലേക്ക് നമുക്ക് ഇങ്ങനെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകാൻ കഴിയും. നമ്മളെ വിദ്യാർത്ഥികൾ വളരെ അംബീഷ്യസ് ആയാൽ മതി. ഇനി PhD എടുക്കാതെ തന്നെ ഒരു ജോലി വേണം, അങ്ങനെയാണെങ്കിൽ ഈ ഏതെങ്കിലും പിന്നെ ബയോസയൻസ് മേഖലയിൽ ഒരു ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയിട്ട് MSc ക്ലിനിക്കൽ എംബ്രിയോളജിക്ക് പോകാം. MSc റീപ്രൊഡക്റ്റീവ് ബയോളജി എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെയോ വിദേശത്തോ വേണമെങ്കിൽ റിസർച്ച് ചെയ്യാം. ക്ലിനിക്കൽ എംബ്രിയോളജി കഴിഞ്ഞാൽ ജോലി ചെയ്യാം. കാരണം ഒരുപാട് ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ഇവരുടെ സർവീസ് ആവശ്യമാണ്. നിർബന്ധമൊന്നുമില്ല. എവിടെയെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പ് കൂടി ചെയ്തിട്ട് ജോലി ചെയ്യാൻ കഴിയും. പലരും അധികം കേൾക്കാത്ത കോഴ്സുകളാണ്. റീപ്രൊഡക്റ്റീവ് ബയോളജി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ IVF ക്ലിനിക്കിലൊക്കെ അവർക്ക് ഇൻറ്റേൺഷിപ്പ് ചിലപ്പോൾ ജോലി ചെയ്യാൻ കഴിയും. വിദേശത്താണെങ്കിൽ ധാരാളം ഗവേഷണം നടത്തുന്ന മേഖലയാണ് ഇത്തരം മേഖല. അതുപോലെ തന്നെ DNA സയൻസ്, DNA ബയോടെക്നോളജി, സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി. മോളിക്കുൾസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സൂക്ഷ്മ ജീവികൾ, നമ്മളെ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അതാണ് സെല്ലുകൾ. സെല്ലുകളെയും എല്ലാ DNA-യും RNA-യും കുറിച്ചുള്ള പഠനമാണ് മോളിക്കുലർ ബയോളജി. ഇപ്പോൾ മോളിക്കുലർ ബയോളജിക്കൊക്കെ ഭയങ്കര സാധ്യതയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിലരെങ്കിലും കേട്ട് കാണും ജിനോം പ്രൊജക്റ്റ്. ജിനോം പ്രൊജക്റ്റ് ഒരു വലിയ പ്രൊജക്റ്റായിരുന്നു. അമേരിക്കയിൽ 450 വർഷമൊക്കെ ജീവിക്കുന്ന ഹ്യൂമൻ ബീയിങ്സിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന വിദ്യ കണ്ടുപിടിച്ചതായിട്ടായിരുന്നു വാർത്ത. അത് പ്രാബല്യത്തിൽ വന്നില്ല എങ്കിലും അത്രമാത്രം. അതുപോലെ തന്നെ നല്ല ബുദ്ധിശക്തിയുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയുന്ന മേഖലയിലോട്ട് ഗവേഷണം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ജെനറ്റിക്സാണ്. നമ്മൾ ഒരു കാര്യം കൂടെ ഈ സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണ്. നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരള കാസർഗോഡാണത്. അവിടെ ജിനോമിക്സ് എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ട് 12 വർഷമായി. അവിടെ ജെനറ്റിക്സ് എഞ്ചിനീയറിങ്, അതായത് ജെനറ്റിക്സിനെ കുറിച്ചുള്ള ഗവേഷണമാണ്. ജിനോം പ്രൊജക്റ്റിലേക്കൊക്കെ എത്താൻ കഴിയുന്ന, ഭാവിയിൽ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ആ പ്രൊജക്റ്റ് പിന്നെ അവസ്ഥ എന്തായാലും നമുക്ക് അവിടെയൊക്കെ എത്താൻ കഴിയും. കാരണം ജെനറ്റിക്സ് ഇല്ലാത്ത, ജനിതക ശാസ്ത്രത്തിൻ്റെ ഗവേഷണം ഇല്ലാത്ത ഒരു മേഖലയും ഇനി മുന്നോട്ട് പോകത്തില്ല. അപ്പം മിടുക്കന്മാരെ സൃഷ്ടിക്കാൻ മാത്രമല്ല, നമ്മളെ ബിഹേവിയർ, നമ്മളെ DNA, RNA ഇതിലെല്ലാം തന്നെ വൻ ഗവേഷണ സാധ്യതയാണ്. ഗവേഷണം ഒരു വലിയ ജോലിയൊന്നുമല്ല. സയൻറ്റിസ്റ്റ് ആവാൻ ഇന്ത്യയിൽ വളരെ എളുപ്പമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഈ മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ വെറ്റിനറി സയൻസ് ഇഷ്ടപ്പെടുന്ന ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് മൃഗങ്ങളോടൊക്കെ വല്ലാത്ത പ്രതിപത്തിയും അഭിനിവേശമൊക്കെയാണ്. മൃഗങ്ങളെ സ്നേഹിക്കുക, പെറ്റ്സിനെ സ്നേഹിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് BVSc ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, അവർക്കും ഈ അപ്ലൈഡ് ബയോ സയൻസിൽ നല്ല ചില കോഴ്സുകളുണ്ട്. അതിലൊരു കോഴ്സ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച് വൈൽഡ് ലൈഫ് സയൻസ്, അതിൻ്റെ കൺസർവേഷൻ. പക്ഷേ വൈൽഡ് ലൈഫ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂൺ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. അവിടെ വൈൽഡ് ലൈഫ് സയൻസിൽ MSc ഉണ്ട്, റിസർച്ചും ഉണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഏത് ബയോ സയൻസും, ബോട്ടണി ആവട്ടെ, സുവോളജി ആവട്ടെ, ബയോകെമിസ്ട്രി ആവട്ടെ, മൈക്രോബയോളജി ആവട്ടെ, സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി ആവട്ടെ, ജെനറ്റിക്സ് ആവട്ടെ, എന്ത് പഠിച്ചാലും നിങ്ങൾക്ക് അവിടെ ഒരു എൻട്രൻസ് എഴുതി കയറാം, ഒരു വൈൽഡ് ലൈഫ് സയൻറ്റിസ്റ്റ് ആകാം. അതുപോലെ തന്നെ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുള്ളൊരു കാര്യം, ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കൂടെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബയോടെക്നോളജി വന്നത്. ബയോടെക്നോളജി ഇപ്പോഴും അത്രമാത്രം പുരോഗതി പ്രാപിച്ചില്ല, അത്രമാത്രം അഡ്വാൻസ്ഡ് ആയില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. കാരണം ബയോടെക്നോളജിയിൽ തന്നെ ഒരുപാട് മേഖലകൾ ഇപ്പോഴുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞൊരു അഡ്വാൻസ്ഡ് ബയോടെക്നോളജി സെൻറ്ററിനെ കുറിച്ച് തന്നെ പരാമർശിച്ചു. ബാംഗ്ലൂരിലെ ബയോടെക്നോളജിയിൽ പിന്നെ അനിമൽ ബയോടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ മറൈൻ ബയോടെക്നോളജി ഉണ്ട്. ഇതിലെല്ലാം നല്ല ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ബയോടെക്നോളജി ഉണ്ട്, അഗ്രോ ബയോടെക്നോളജി ഉണ്ട്, അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അഗ്രോ ബയോടെക്നോളജി ഉണ്ട്, സീഡ് ടെക്നോളജിയൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ മേഖലയുണ്ട്. ഇത് ഏത് മേഖലയിലോട്ട് പോകാനും നിങ്ങൾക്ക് കഴിയുന്നത് ഇതുപോലത്തെ ബയോ സയൻസ് മേഖലയാണ്. ഇനി ഇത് മാത്രമല്ല,
നമുക്ക് ഇൻഡസ്ട്രിയൽ മേഖലയിലോട്ട്, അതായത് നേരത്തെ പറഞ്ഞ പോലെ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി, ഇങ്ങനെ കുറേ ഇതുണ്ട്, ബ്രെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊന്നും ഇവിടെ എങ്ങും പോയില്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മേഖല, ഹെൽത്ത് മേഖല, സർവീസ് മേഖല, ഗവേഷണ മേഖല അല്ലാതെ ഇൻഡസ്ട്രിയൽ മേഖലയിലോട്ട് ഈ ബയോസയൻസുകാർക്ക് പോകാൻ കഴിയുന്ന ഒരു ആകർഷകമായ നല്ല പാക്കേജിൽ ശമ്പളം കിട്ടുന്ന, ലോകത്ത് എവിടെ പോയാലും ഒരു ഗ്ലോബൽ കരിയർ കിട്ടുന്ന ഒരു മേഖലയാണ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി, അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നുള്ള പേരിലും സർക്കാർ സ്ഥാപനം കോന്നിയിലുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ആ സ്ഥാപനം നടക്കുന്നത്. ഓട്ടോണമസ് ആണ്, ബട്ട് ഗവൺമെൻറ് കൺട്രോളിലാണ്. നിങ്ങൾക്ക് അവിടെ ഒരു BSc കോഴ്സിന് പോകാം. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസിന് പോകാം. അല്ലെങ്കിൽ സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CFTRI മൈസൂർ, എത്രയോ വർഷമായി, 50ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആദ്യകാലത്ത് MSc മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. കെമിസ്ട്രി കഴിഞ്ഞവരാണ് പോകുന്നത്. ഇന്നാണ് അപ്ലൈഡ് സയൻസുകാർ അങ്ങോട്ട് പോകുന്നത്. എൻട്രൻസ് എഴുതിയാൽ അവിടെ 30 സീറ്റുണ്ട്. എല്ലാവർക്കും പ്ലേസ്മെൻറ്റാണ്. സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ, എല്ലാവർക്കും പ്ലേസ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഫുഡ് ടെക്നോളജി പഠിക്കാം. പെരിയാർ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് തമിഴ്നാടിൻ്റെ, അവിടെ പഠിക്കാം. നമ്മൾ ഇവിടെ തന്നെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൽ MSc ഫുഡ് ടെക്നോളജി ഉണ്ട്. അതേപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിലും ഈ അടുത്ത കാലത്ത് ഫുഡ് ടെക്നോളജി തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഫുഡ് ടെക്നോളജിയിൽ എടുത്തു കഴിഞ്ഞാൽ MSc വേണം എന്നുള്ളൊരു നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യാതെ തന്നെ ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി കൺട്രോൾ ആവാം, ഫുഡ് കെമിസ്റ്റ് ആവാം, ഫുഡ് മൈക്രോബയോളജിസ്റ്റ് ആകാം, ഫുഡ് ടോക്സിക്കോളജിസ്റ്റ് ആകാം, അതുപോലെ തന്നെ ഫുഡ് അനലിസ്റ്റ് ആകാം. അതിൻ്റെ അനലിറ്റിക്കൽ ലാബിലൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എത്ര നല്ല ഒരു റെപ്യൂട്ടഡ് കരിയറാണെന്നറിയാമോ? നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം ഫുഡ് ടെക്നോളജി കഴിഞ്ഞുള്ള കരിയേഴ്സ്. തീർച്ചയായിട്ടും ഇത് ഇൻഡസ്ട്രി മേഖലയാണ്. ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഈ ഇൻഡസ്ട്രി നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖലയിലോട്ട് പോയില്ലെങ്കിൽ ഇതിലും പോകാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിലും ഗവേഷണമുണ്ട്. ക്ലിനിക്കൽ ന്യൂട്രീഷനിൽ ഗവേഷണമുണ്ട്, ഡയറ്ററ്റിക്സിൽ ഗവേഷണമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മൈസൂരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് MSc കഴിഞ്ഞാൽ PhD ചെയ്യാൻ കഴിയും വിത്ത് സ്കോളർഷിപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള വൈവിധ്യമാർന്ന മേഖലയിലോട്ട് നമ്മുടെ കൂട്ടുകാർ ഈ മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ അതിനേക്കാളും തിളങ്ങാൻ കഴിയുന്ന ഒരുപാട് മേഖലയുണ്ട്. തീർച്ചയായിട്ടും അത് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.